വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ടൈം ടേബിളിൽ ചെറിയ മാറ്റം വരും, കൂടിയാലോചിച്ച് ചെയ്യാം. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസ് നമ്മൾ പറഞ്ഞത് ഇവിടെ 8 മണിക്ക് എടുക്കാനല്ലേ, 9 മണിക്ക് ചെല്ലുമെന്നായിരുന്നു. ആ ടൈം ടേബിളിൽ മാറ്റം വരും. മറ്റു ജില്ലയിൽ വ്യത്യസ്തമായി VS നേരെ വൈകാരികമുള്ള സ്ഥലമാണ് പുന്നപ്ര. അവിടുത്തെ മനുഷ്യനാണ് കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ക്രമീകരിച്ച സമയത്ത് ഏറെ വൈകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇത് ഉറപ്പായിട്ടും വൈകും. ഇപ്പം തന്നെ വൈകിയല്ലോ, വളരെയേറെ വൈകി. ഇനിയിപ്പോൾ ഇതനുസരിച്ച് മുന്നോട്ട് പോകണം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെല്ലാം തന്നെ അവസാനം വരുന്നു കാണാൻ. നമ്മളിപ്പോൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് പരമാവധി പൊതുദർശനത്തിനുള്ള റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്താനാണ് പറയുന്നത്. കാരണം ഇവിടെയും DC ഓഫീസിനും വളരെ കുറച്ച് സമയം വെച്ചിട്ട് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് കൂടുതൽ സമയം കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. നമുക്കറിയുന്ന പോലെ ഈ വിലാപയാത്ര ആലപ്പുഴയിൽ എത്തിയാൽ ആദ്യം പോകുന്നത് VS അച്യുതാനന്ദൻ്റെ സ്വന്തം വീടായ വേലിക്കകത്ത് വീട്ടിലായിരിക്കും. വേലിക്കകം എന്ന് പറയുമ്പോൾ എത്രയോ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്കും വേദിയായ സ്ഥലമാണ്. ഈ വീട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. കലഹിക്കാൻ തീരുമാനിച്ചപ്പോഴൊക്കെ തന്നെ അദ്ദേഹം വേലിക്കകത്ത് വീട്ടിലേക്ക് മടങ്ങിയ നിമിഷങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ട്. കേരളത്തെ ഉത്കണ്ഠയുടെ മുൾമുന്നിൽ നിർത്തിയ ഒരുപാട് സന്ദർഭങ്ങൾക്ക് ഈ വീട് സാക്ഷിയായിട്ടുണ്ട്. വേലിക്കകത്തെ വീട്ടിനുള്ളിൽ നിന്ന് നിതിൻ അംബുജൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നിതിൻ അംബുജൻ, മഴയെ അവഗണിച്ച ജനപ്രവാഹമാണ്. ചരിത്രമുറങ്ങുന്ന കായംകുളത്തിൻ്റെ മണ്ണിലൂടെയാണ് ഈ വിലാപയാത്ര ഇപ്പോൾ സഞ്ചരിക്കുന്നത്. കുറേ അധികം മണിക്കൂറുകൾ കഴിഞ്ഞ് വേലിക്കകത്തെ വീട്ടിനുള്ളിലേക്ക് VSൻ്റെ വിലാപയാത്ര എത്താൻ സാധ്യതയുള്ളൂ. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN പറഞ്ഞ പോലെ തന്നെ ഏറെ വൈകാരികമായ ഒരു സ്ഥലമാണ് VSന് ആലപ്പുഴ എന്നുള്ളത്. ആ VSന് അവസാനമായി ഒരു നോക്ക് കാണാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയ ആളുകളാണ് ഈ കാണുന്ന മനുഷ്യരെല്ലാം. ഞാൻ ഈ നിൽക്കുന്ന വേലിക്കകത്ത് വീട്ടിലുള്ള ദൃശ്യമാണിത്. ഏതാണ്ട് 9 തന്നെ VSന്റെ ഭൗതികദേഹം ഇവിടെ എത്തും. അതിനുശേഷം 10 മിനിറ്റ് വീട്ടിനകത്ത് പൊതുദർശനമുണ്ടാകും. പിന്നീട് ഏതാണ്ട് 1 മണിക്കൂറോളം വീടിന് പുറത്ത് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നേരെ DC ഓഫീസിലേക്ക് പോകും, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോകും. അവിടെയാകും പിന്നീടുള്ള പൊതുദർശനം നടക്കുക. എന്തായാലും ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇവിടെ ഒരു പൂമുഖമുണ്ട്. VS ഇവിടെ വന്നാൽ ഇവിടുത്തെ ആളുകളുടെ എല്ലാം തന്നെ പരാതികളെല്ലാം കേൾക്കുന്ന ഒരു പൂമുഖമാണ്. VS ഇവിടെ എത്തുന്ന ആളുകളോടൊക്കെ സംസാരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ അവസാനമായി VSനെ ഒരു നോക്ക് കാണാനായാണ് ആളുകളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. VSന്റെ രാഷ്ട്രീയ ജീവിതത്തെ പരുവപ്പെടുത്തിയ മണ്ണാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ VSന് ഏറെ വൈകാരികമായ ഒരു സ്ഥലം. 2019 VS ഏറ്റവും അവസാനമായി ആലപ്പുഴയിലെ ഈ വീട്ടിലേക്ക് എത്തിയത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം ശാരീരിക ബുദ്ധിമുട്ടായി പിന്നീട് തിരുവനന്തപുരത്തേക്ക് പോയി. എന്തായാലും VSന്റെ ഇപ്പോൾ വീട്ടിലേക്ക് ശാരീരിക അവസ്ഥകളെല്ലാം മറന്ന് നിരവധി മനുഷ്യരാണ്, കൈക്കുഞ്ഞുങ്ങളുമായി നിരവധി പേർ ഇവിടെ എത്തുന്നു. കുട്ടികളും പ്രായമായവരും അങ്ങനെ ഒത്തിരി പേർ ഇവിടെ എത്തുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ എഴുത്തുകാരൻ ബെന്യാമിൻ ഉൾപ്പെടെയുള്ള അങ്ങനെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ VSനെ അവസാനമായി ഒരു നോക്ക് കാണാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. VSന്റെ ഈ ഒരു ഗേറ്റിന് ശേഷം ഏതാണ്ട് 3 കിലോമീറ്ററോളം അവിടെ വെച്ചാണ് പോലീസ് വാഹനങ്ങളെല്ലാം തടയുന്നത്. ഏതാണ്ട് അവിടെ വരെ ക്യൂ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വൈകും എന്തായാലും VSന്റെ ഭൗതികദേഹം ഇവിടെ എത്തി പിന്നീട് DC ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത്. എവിടുന്ന് വരിക? സൗദിയിൽ നിന്ന് വരണം. ഇന്നലെ വന്നതാ. സൗദിയിൽ നിന്ന് വരണം. അല്ല, ഞാൻ എക്സിഡന്റ് കൊടുത്തപ്പോൾ കിട്ടിയത് മിനിയാന്നായിരുന്നു. പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഇത് കാണാനുള്ള ആഗ്രഹം ഉണ്ടായത് അത് നടന്നു എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം എന്ന് പറയാം. ഇവിടെ നാട്ടിലെവിടെയാ? വിളിയും കൂടെ. VSനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ DYFയുടെ അവസാനം 2003 പൊന്നാനി ബ്ലോക്ക് സമ്മേളനത്തിൽ അദ്ദേഹത്തെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. അന്ന് നേരത്തെ ലീവ് അപേക്ഷിച്ചു, പക്ഷേ ഈ സമയത്ത് വന്നപ്പോൾ എക്സിറ്റിന് കൊടുത്തിരുന്നു. അതിപ്പോഴാണ് മിനിയാന്നാണ് ശരിയാണ്. അപ്പോൾ ഒരു നോക്ക് കാണാൻ ഉള്ള ഭാഗ്യം കിട്ടിയത്. ഞങ്ങൾ ഒരുമിച്ചിട്ടാണ്. അങ്ങനെ മലപ്പുറത്തുനിന്നും കോഴിക്കോടുനിന്നും പാലക്കാടുനിന്നും നിരവധി പേർ. ചേച്ചി എവിടെ നിന്ന്? പാലക്കാട്. എത്തി? പുലർച്ചെ 2 മണിക്ക് എത്തി. വലിയ ക്യൂവിലേക്ക് VSനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ചേട്ടാ? തൃശ്ശൂർ ജില്ല മുള്ളൂർക്കര പഞ്ചായത്ത്. ചേട്ടാ എവിടെ നിന്ന്? മലപ്പുറം ജില്ലയിൽ നിന്ന് കൊണ്ടോട്ടി ഭാഗത്തുനിന്ന്. ഇന്നലെ രാത്രി 10 മണിക്ക് വന്നു ഇവിടെ. അങ്ങനെ ഇന്നലെ രാത്രിയും ഇന്നലെ പകലുമായി എത്തിയ നിരവധി പേരെ നമുക്ക് ഈ അവരുടെ പ്രതികരണമാണ് SKN കേട്ടിരിക്കുന്നത്. കനത്ത മഴയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ പല സ്ഥലങ്ങളും അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ആലപ്പുഴയിലെ ഈ വീടിന് മുൻവശത്ത് നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. മഴയെ അവഗണിച്ച് VSനെ അവസാനമായി ഒരു നോക്ക് കാണാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അല്പസമയം തന്നെ മുഹ്സിൻ MLAയും നമ്മളോട് സംസാരിച്ചു. VSന്റെ കാലത്ത് അദ്ദേഹം സഭയിലുള്ളപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ഇത് മുഹ്സിൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹം നമ്മളോട് പങ്കുവച്ചിരുന്നു. അങ്ങനെ നിരവധി സാധാരണക്കാരായ നിരവധി മനുഷ്യരാണ് അവസാനമായി തന്റെ നേതാവിനെ കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നത്.